ഹായ് മക്കളെ, എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണെന്ന് കേട്ടു. നീറ്റ് 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, കുറേ തെറ്റുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ലൈവായിട്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ, നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാണ്. എൻ്റെ കൂടെ പ്രാർത്ഥനയുണ്ട്. മോളെ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ. അപ്പോൾ നമുക്ക് നീറ്റ് ആരാ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന മോളെ ചെയ്യുന്നോ? മോളെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് തരാം അല്ലേ. അപ്പോൾ നമ്മുടെ നീറ്റിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ? കാണുന്നില്ല ഇപ്പോൾ? എന്താ കാണുന്നത്? നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ്. ഓക്കെ. അപ്പോൾ അതിലിനി നമ്മൾ പോകുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ അല്ലേ, രജിസ്ട്രേഷൻ ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ഓൺലൈനിൽ എന്തൊക്കെയാണ് കാണുന്നത്? സ്റ്റെപ്സ് അപ്ലൈ ഓൺലൈൻ ഉണ്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്, രജിസ്റ്റർ യുവർ പ്രൊഫൈൽ. ആ രജിസ്റ്റർ യുവർ പ്രൊഫൈൽ എടുത്ത് ന്യൂ രജിസ്ട്രേഷൻ. വെരി ഗുഡ്. ന്യൂ രജിസ്ട്രേഷനിൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ആണ്. ആപ്ലിക്കേഷൻ ഫീസ് നമുക്കറിയാം, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളതൊക്കെ ഇവിടെ കൊടുക്കണം കേട്ടോ. നമ്മളിതൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി. അപ്പോൾ ക്ലിക്ക് ചെയ്യാം ടു പ്രൊസീഡ്. ഓക്കെ, ശരി. ശ്രദ്ധിച്ച് കൊടുക്കണം കേട്ടോ. പേര് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാൻഡിഡേറ്റ്സ് നെയിം. അപ്പോൾ മോളുടെ 10th സർട്ടിഫിക്കറ്റിൻ്റെ പ്രകാരമുള്ള പേരാണ് അവിടെ കൊടുക്കേണ്ടത്. കൊടുത്തോ? ഓക്കെ. ഇനി എന്താ ചോദിക്കുന്നത്? ഫാദേഴ്സ് നെയിം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന കുട്ടിയുടെ പേരാണ്. ഇപ്പോൾ ഇതാ ഫാദേഴ്സ് നെയിം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇത് 10th സർട്ടിഫിക്കറ്റിൽ അതേ പ്രകാരം ആയിരിക്കണേ, വ്യത്യാസം ഉണ്ടായിക്കോട്ടെ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ എന്താ? മദേഴ്സ് നെയിം, അമ്മയുടെ പേര്. മദേഴ്സ് നെയിമും കൂടെ കൊടുത്തു. കറക്റ്റാണല്ലോ? ഉറപ്പല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ എന്താ? ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തോ? ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേ സെലക്ട് ചെയ്തു. ഓക്കെ. മന്ത് അല്ലേ? മന്ത് സെലക്ട് ചെയ്തു. ഓക്കെ. ഇയർ. ഓക്കെ, അതുമായി. മെയിലാണോ ഫീമെയിലാണോ ജെൻഡർ കൊടുക്കുക? ഫീമെയിൽ, അതും സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറൊക്കെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് പോവാണ്. പേഴ്സണൽ ഡീറ്റെയിൽ. എന്താ ചോദിക്കുന്നത്? കൺഫേം കാൻഡിഡേറ്റ്സ് നെയിം. ഒന്നും കൂടെ സിസ്റ്റത്തിന് നമ്മുടെ പേരൊന്ന് ഉറപ്പിക്കണം. അപ്പോൾ ഒന്നും കൂടെ കൊടുത്തോളൂ. ഓക്കെ, പേരൊരു പ്രാവശ്യം കൂടെ കൊടുത്തു. ഇനിയിപ്പോൾ എന്താ? ഫാദേഴ്സ് നെയിം ഒന്നും കൂടെ കൺഫേം ചെയ്യാണ്. സ്പെല്ലിങ് തെറ്റാണ്ട് നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി മദേഴ്സ് നെയിം ഒന്നും കൂടെ കൊടുക്കുന്നു. ഈസിയാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൂടെ കൊടുക്കുന്നു. കാരണം ഈ ഇൻഫർമേഷൻസ് വളരെ വളരെ റെലവൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളത് കൊടുക്കുക, തെറ്റ് വരുത്താതെ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൂടെ എൻ്റർ ചെയ്യാണ്. ജെൻഡറും കൂടെ കൊടുത്തു, ഫീമെയിൽ. ഓക്കെ, ക്ലിയർ ആയാലും നമ്മളെ ബുദ്ധിമുട്ടൊന്നുമില്ലോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് എന്താ ചോദിക്കുന്നത്? പ്രസൻറ്റ് അഡ്രസ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് ഒന്ന് കൊടുത്തേ. അത് നമുക്ക് നെക്സ്റ്റ് ലൈനായിട്ട് കൊടുക്കുക. അത് ഫസ്റ്റ് ലൈനാണ് അല്ലേ? ഒരു പ്രിമൈസസ് നെയിമാണ് കൊടുത്തിരിക്കുന്നത്, അത് ഫസ്റ്റ് ലൈൻ കൊടുക്കുക. എല്ലാ അഡ്രസ്സും ഒരു ലൈനിൽ കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് രണ്ടാമത്തേൽ കൊടുക്കുക. ലൊക്കാലിറ്റി രണ്ടാമത്തേൽ കൊടുക്കുക. സബ് ലൊക്കാലിറ്റി, വീട്ടുപേര്, സ്ഥലം, ഒന്നുമില്ല, സാധാരണ നമ്മൾ കൊടുക്കുന്നില്ല, അതുപോലെ തന്നെയാണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഓക്കെ, സ്ഥലം കൊടുത്തു. പിന്നെന്താ ചോദിക്കുന്നത്? കൺട്രി. ഇന്ത്യ സെലക്ട് ചെയ്തില്ലേ? വന്നു. അപ്പോൾ ഈ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തു. സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്തു. ഓക്കെ, അതുമായി. ഇനി എന്താ? ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യൂ. ഇപ്പോൾ മലപ്പുറം ജില്ല ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. ഓക്കെ. പിൻകോഡ് എത്രയാ? 671. തിരക്കാക്കണ്ട, ഒരു തിരക്കില്ല നമുക്ക്. ഓക്കെ. ഓക്കെ. ആപ്ലിക്കേഷൻ കൊടുക്കാൻ നമ്മൾ ഫ്രീ മൈൻഡായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. ഓക്കെ, അതുമായി കേട്ടോ. അപ്പോൾ നമ്മൾ അഡ്രസ്സ് കൊടുത്തു. ഇനിയിപ്പോൾ എന്താ? പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സ് രണ്ടും ഉണ്ടോ? പ്രസൻറ്റ് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ എന്താ? ഇമെയിൽ. ഇനി തൊട്ട് പിന്നാലെ പെർമനൻറ്റ് അഡ്രസ്സ് വരുന്നുണ്ട്. മോളുടെ സെയിം അഡ്രസ്സാണല്ലോ രണ്ടും അല്ലേ? നമുക്കിപ്പോൾ സെയിം ആസ് ദ കൊടുക്കാം. ഇമെയിൽ എൻ്റർ ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ മെയിനായിട്ടും, കാരണം ഇതിലേക്കാണ് നമ്മുടെ ഒരു OTP വരുന്നത് കേട്ടോ. അപ്പോൾ ഇമെയിൽ എൻ്റർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യും. ഒന്നും കൂടെ കൊടുക്കും, ഇമെയിൽ ഒന്നും കൂടെ കൊടുക്കും. ഓക്കെ. മൊബൈൽ നമ്പർ അറിയോ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇമെയിൽ ID ചോദിക്കുന്നു. പിന്നെ പാരൻറ്റിൻ്റെ മൊബൈൽ നമ്പറാണ് അവൾ കൊടുക്കുന്നത്, കൊടുത്തു. ആ മൊബൈൽ നമ്പർ ഒന്നും കൂടെ നമുക്ക് കൺഫേം ചെയ്ത് കൊടുക്കണം. സെയിം ആണല്ലോ രണ്ട് നമ്പറും. ഓക്കെ, ശരി.
ഇനി എന്താ ചോദിക്കുന്നത്? മറ്റൊരു കോൺടാക്ട് നമ്പർ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അതിപ്പോൾ നമുക്ക് കൊടുക്കണമെന്നില്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മോളിപ്പോൾ നമ്പേഴ്സൊക്കെ കൊടുത്തു. ഇവിടെ ഒരു കണ്ടീഷൻ കണ്ടോ, നിങ്ങളുടെ എന്ത് ചോദിക്കുന്നുണ്ട് അവിടെ? പെർമനൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആസ് ദ എബോവ് ആണല്ലോ, സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ അഡ്രസ്സ് സെയിം ആയതുകൊണ്ട് വീണ്ടും നമ്മൾ എൻ്റർ ചെയ്യേണ്ട, സെയിം ആസ് ദ പ്രസൻറ്റ് അഡ്രസ്സ് കൊടുത്തു. ഓക്കെ, ഇനി മോള് വളരെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. എന്താ അതിൻ്റെ കാര്യം എന്നറിയോ? പാസ്വേഡ്. അപ്പം നിൻ്റെ പാസ്വേഡ് നിൻ്റെ മാത്രം പാസ്വേഡാണ്. അപ്പോൾ ആൽഫ ന്യൂമറിക്കലായിരിക്കണം, അറിയാലോ. ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തോ, മറക്കല്ലേ. ഓക്കെ, ഇതാ ഞാൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പാസ്വേഡിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ ഉണ്ടാവണം, പിന്നെ അതിലൊരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം, പിന്നെ നമ്പർ ഉണ്ടാവണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ SRE3123 എന്ന് കൊടുക്കുക. അതിലൊരു എസ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്ത് ബാക്കിയുള്ള സ്മോൾ ലെറ്റർ, അങ്ങനെ ഒരു പാസ്വേഡ് ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ കഴിയുന്നതും കുറച്ച് ടഫായിട്ടൊരു പാസ്വേഡ് സെലക്ട് ചെയ്ത് അത് ഓർമ്മിച്ച് വെക്കുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവളങ്ങനെ പാസ്വേഡ് ഇതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അപ്പോൾ പാസ്വേഡ് അവൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്. വല്ല കാരണവശാലും ഈ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. എന്താ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നത്? ഏതാണ് നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ്, നിങ്ങൾ ആദ്യം പഠിച്ച സ്കൂളിൻ്റെ പേരെന്താണ്, പഠിച്ച യുവർ ഫേവറേറ്റ് കളർ. നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു, ഫേവറേറ്റ് കളർ. ഓക്കെ, അപ്പോൾ അവൾ ഫേവറേറ്റ് കളർ സെലക്ട് ചെയ്തു. അവളൊരു കളർ അവിടെ കൊടുത്തു, അതിൻ്റെ ഒരു ആൻസറും. ഇത് ഓർമ്മിച്ച് നോക്കണേ. വല്ല കാരണവശാലും പാസ്വേഡ് പോയി കഴിഞ്ഞാൽ, ഇനി പാസ്വേഡ് മറന്നു, സെക്യൂരിറ്റി ക്വസ്റ്റ്യനും മറക്കരുത് കേട്ടോ. ഓക്കെ, ശരി, അപ്പോൾ അത് റെഡി ആയില്ല നമ്മളെ. ഓക്കെ, അപ്പം പിന്നെ ഒരു ക്യാപ്ച അവിടെ കോഡ് കൊടുക്കാനുണ്ട്, അതൊന്ന് സെൻഡ് ചെയ്യാം. അപ്പോൾ അവൾ ആ ക്യാപ്ച കോഡ് കൂടെ അടിച്ച് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാനതൊന്ന് വെരിഫൈ ആണ്. പേര് മോളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, പേരൊന്ന് നോക്കിയാൽ കറക്റ്റാണല്ലോ. പേര് കറക്റ്റായിട്ടുണ്ട്, ഫാദേഴ്സ് നെയിം കറക്റ്റായിട്ടുണ്ട്, മദേഴ്സ് നെയിം കറക്റ്റായിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ടുണ്ട്, ജെൻഡർ ഫീമെയിൽ കറക്റ്റായിട്ടുണ്ട്, പിന്നെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന്, ഫോൺ നമ്പർ കറക്റ്റാണല്ലോ, ഓക്കെ, ഉറപ്പാണല്ലോ. ഇമെയിൽ ഐ ഡി കറക്റ്റാണല്ലോ. ഓക്കെ, ഫോൺ നമ്പറൊക്കെ വെരിഫൈഡ് ആണ്, ഇമെയിൽ ഐ ഡി വെരിഫൈഡ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ പാസ്വേഡ് ഒന്നും കൂടെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ മോളങ്ങനെ നമ്മൾ സെക്യൂരിറ്റി കോഡ് അടിച്ചു, പാസ്വേഡ് അടിച്ചു, സെറ്റായി. ഇപ്പോഴെന്താ വന്നിരിക്കുന്നത്? ഇപ്പോഴും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്കിത് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്മിറ്റ് OTP കൊടുക്കാം. അതിന് മുമ്പായിട്ട് കണ്ടോ, ഓരോന്നും നമ്മളോട് വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ശരിയാണോ, മൊബൈൽ നമ്പർ ശരിയാണോ, ഇമെയിൽ ശരിയാണോ എന്നൊക്കെ. അതൊക്കെ നമ്മൾ ശരിയാണെന്ന് കൊടുക്കുകയാണ്. ഒക്കെ ശരിയാണ്, അഡ്രസ്സ് ശരിയാണ്, ഇമെയിൽ നമ്പർ ശരിയാണ്, ഒക്കെ കറക്റ്റാണ്. വെരിഫൈ ചെയ്തല്ലോ, ഉറപ്പാണല്ലോ. ഇനി I agree കൊടുത്തേ. ഓക്കെ, സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP കൊടുത്തേ. യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും അല്ലേ. അപ്പോൾ ആ OTP ആണ് നമുക്കിവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ്, സമാധാനമായോ? കുറച്ചൊരു നെറ്റ്വർക്ക് ബിസി ഉണ്ടായിരുന്നു. കാരണം ഈ വൈകുന്നേരങ്ങളൊക്കെ ചെയ്യുമ്പോഴുള്ളൊരു കുഴപ്പം ഇതാണ്. സാധാരണ ഒരു 5 മണിക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഇത്തരത്തിലുള്ളൊരു ഡിലേ ഉണ്ടാവും, രാവിലെ ചെയ്യുമ്പോഴും. പക്ഷേ രാവിലെ കുറച്ച് നേരത്തെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രി കുറച്ച് വൈകിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാലും നമ്മൾ പരമാവധി വേഗത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ഇപ്പോഴും നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തു, നമ്മുടെ പേര് കൊടുത്തു, അഡ്രസ്സ് കൊടുത്തു, ഫാദറിൻ്റെ പേര് കൊടുത്തു, ഒക്കെ കൊടുത്തു. എന്നിട്ട് നമുക്കത് വെരിഫിക്കേഷൻ വന്നു, നമ്മൾ ഇമെയിൽ കൊടുത്തു, പാസ്വേഡ് ഓർമ്മയുണ്ടല്ലോ, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മൾ നോക്കിയേ, എന്താണ് നമ്മളിപ്പോൾ എന്താ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്? രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ? ഫീ പേയ്മെൻ്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ് ആണ്. ഇനി കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നിനക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ ആപ്ലിക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും, അവിടെ എഴുതിയെടുക്കേണ്ട കാര്യമില്ല. ഉടനെ നോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോവാം. ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആകെ ഇത്ര മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട്. രജിസ്റ്റർ, കോൺടാക്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇനി രജിസ്റ്റർ പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മോളുടെ പേര് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ജെൻഡർ ഫീമെയിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇൻ കേസ് ഓഫ് ഗേൾ കാൻഡിഡേറ്റ്, ആർ യു ദ ഓൺലി ഗേൾ ചൈൽഡ്? നിങ്ങളെ അച്ഛൻ്റെ ഒറ്റ പെൺകുട്ടിയാണോ ചോദിക്കുന്നത്? അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ പെൺകുട്ടിയാണോ? അല്ലല്ലോ, അല്ല. പിന്നെന്താ? ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, അതൊക്കെ ചോദിക്കുന്നുണ്ട്. നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്,
ഇന്ത്യൻ അത് കൊടുക്കുക. പിന്നെന്താ, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി കേരളത്തിലാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അപേക്ഷ കൊടുക്കുന്ന അല്ലെങ്കിൽ സീറ്റ് ഉദ്ദേശിക്കുന്നത് കേരള കൊടുക്കുക. കാറ്റഗറി നമ്മൾ ജനറൽ ആണോ OBC ആണോ SC ST ഏതിലാണ് ചോദിക്കുന്നത്, അപ്പോൾ നമ്മൾ ജനറൽ ആയതുകൊണ്ട് അത് കൊടുത്തു. കൺഫേം കാറ്റഗറി ജനറൽ ആണോ കൊടുത്തു. ഇനി എന്താ, ഡു ഹാവ് എ വാലിഡ് ലൈവ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നമുക്കിപ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല, അത് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ. അപ്പോൾ ജനറൽ EWS അല്ല, അവിടെ മോളിപ്പോൾ കൊടുത്തതിൽ കറക്റ്റ് ചെയ്യണ്ട. അപ്പോൾ മോളിപ്പോൾ കൊടുത്തതിൽ ചെറിയൊരു എറർ പറ്റി. ഇതാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ 2 ജനറലുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ആ തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അപ്പോൾ അവൾ ശരിക്കും ജനറലാണ്, പക്ഷെ അതിൽ ജനറൽ EWS ഉണ്ട്. EWS എന്താ, EWS വെച്ചാൽ അറിയോ? EWS വെച്ചാൽ നമ്മുടെ മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെയാണ്, എക്കണോമിക്കലി വീക്കറായിട്ടുള്ള ആൾക്കാരെയാണ് പറയുന്നത്. അപ്പോൾ മോൾ അതല്ല, അപ്പോൾ എന്ത് ചെയ്യണം, അതൊന്ന് മാറ്റി കൊടുത്തേ ജനറൽ. ഒരു തെറ്റ് നമ്മൾ ഇതിലേക്കൂടെ തന്നെ തിരുത്തുകയാണ്. ഓക്കെ, ശരി. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശരിയായി ജനറൽ കേട്ടോ. അതായത് ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ OBC കൊടുക്കുകയാണെങ്കിൽ നോൺ ക്രീമി ലെയർ, OBC നോൺ ക്രീമി ലെയർ എന്ന് വരും. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സപ്പോസ് നിങ്ങളുടെ പാരൻസിൻ്റെ വരുമാന പരിധി കൂടുതലാണെങ്കിൽ നിങ്ങൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അഥവാ NCL കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയാണ്. അപ്പോൾ പാരൻസ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴത്തന്നെ ജനറൽ കൊടുക്കുന്നതാണ് നല്ലത്, നിങ്ങൾ OBC ആണെങ്കിലും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളിത് വളരെ മനോഹരമായിട്ട് പ്രാർത്ഥനയുടെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുകയാണ്. ശരി, അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇനി എന്താ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ എന്ന് ചോദിക്കുന്നത്, ആണോ അല്ലയോ? അപ്പോൾ നോ കൊടുക്കുക. പിന്നെന്താ, വേഗം സ്പീഡായിട്ട് ഇനി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഡയബറ്റിക് ആണോ ചോദിക്കേണ്ടത്, അതെന്താ അറിയോ? നമ്മുടെ ഈ പരീക്ഷ ഉള്ളവർക്ക് എന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്. കുഴപ്പമില്ലല്ലോ, ഡയബറ്റിക് അല്ല. പ്ലേസ് ഓഫ് റെസിഡൻസ് നമ്മളൊരു ഗ്രാമപ്രദേശത്താണോ ഗ്രാമപ്രദേശം റൂറൽ കൊടുക്കുക. ആനുവൽ ഫാമിലി ഇൻകം, ഫാദറിൻ്റെ ഒരു ഫാമിലി ഇൻകം അപ്രോക്സിമേറ്റ് കൊടുത്താൽ മതി. ഫാദർ ജനറൽ കാറ്റഗറിയിലായതുകൊണ്ട് നമുക്ക് എന്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മിനിമം ഇൻകം അവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ബിലോങ്സ് ടു മൈനോറിറ്റി. നമ്മളെ മൈനോറിറ്റി എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്ക് അവരുടെ ചില കോളേജുകളിൽ റിസർവേഷൻ സീറ്റ് ഉണ്ട്. അതാണ് ഈ മൈനോറിറ്റി ക്വാട്ട. അപ്പോൾ മോളിപ്പോൾ ആ വിഭാഗത്തിലല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ട ആവശ്യമില്ല, നോ എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് അവർക്ക് മൈനോറിറ്റി എസ് എന്ന് കൊടുക്കാം കേട്ടോ. ക്ലിയർ ആയല്ലോ? ഓക്കെ. കൺട്രി ഓഫ് റെസിഡൻസ് ഇന്ത്യയിലാണ്, തീർച്ചയായിട്ടും ഇന്ത്യ കൊടുക്കുക. ഓക്കെ, ഇനി എന്താ, അതായത് കസ്റ്റമറി ഡ്രസ്സ് ധരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം അല്ലെങ്കിൽ ചില ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഈ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് അല്ലെങ്കിൽ മതപരമായ ഡ്രസ്സുകൾ ധരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ. അപ്പോൾ അത് ഇവിടെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ മതപരമായ ഡ്രസ്സ് ധരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കേസിൽ അത് നോ എന്നായതുകൊണ്ട് നോ എന്ന് കൊടുക്കുക. പിന്നെന്താ വന്നിരിക്കുന്നത്, മോഡ് ഓഫ് പ്രിപ്പറേഷൻ. മോഡ് ഓഫ് പ്രിപ്പറേഷൻ അത് ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്. സെൽഫ് സ്റ്റഡി ആണോ, കോച്ചിങ്ങിന് പോയിട്ടുണ്ടോ, ഓൺലൈൻ കോച്ചിങ് ആണോ, ആ സെൽഫ് സ്റ്റഡി എന്ന് കൊടുത്താൽ മതി, കുഴപ്പമില്ല കേട്ടോ. ശരി, ഇനിയിപ്പോൾ വീണ്ടും ഒരു ക്യാപ്ച എൻ്റർ ചെയ്യാനുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യാം. സബ്മിറ്റ്, യെസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അത്രയും പ്രോസസ്സ് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും വളരെ ശ്രദ്ധിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാൻ ഐഡൻറ്റിറ്റി പ്രൂഫ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫ് ഒന്ന് ക്ലിക്ക് ചെയ്തേ. അപ്പോൾ ആധാർ, ഡിജി ലോക്കർ, പാസ്പോർട്ട്, പാൻ കാർഡ്. അപ്പോൾ ഇതിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പല കുട്ടികളും വിളിക്കുന്നുണ്ട്, എൻ്റെ ആധാർ കാർഡിൽ പ്രശ്നമുണ്ട്, ആധാർ അപ്ഡേറ്റഡ് ആയിട്ടില്ല. മക്കളെ, നിങ്ങൾ അതിന് ഭയക്കേണ്ട ആവശ്യമില്ല. ആധാറിൽ ഇപ്പോൾ കുഴപ്പങ്ങളുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. താഴെ എന്താ കാണുന്നത്, നമ്മളെ വായിച്ച്, ഡിജി ലോക്കർ. അതും കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഡിജി ലോക്കറിൽ ഓൾറെഡി നമുക്ക് സേവ് ചെയ്തിട്ടുണ്ടാവണം. അതില്ലെങ്കിലോ പാസ്പോർട്ട്, പിന്നെന്താ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായ ചാൻസ് കുറവ് അല്ലേ? ഓക്കെ, എന്നാലും പാസ്പോർട്ട് അതേപോലെ തന്നെ പാൻ കാർഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് അതിലൊരു ടെൻഷനും വേണ്ട. അപ്പോൾ മോളേതാ സെലക്ട് ചെയ്യുന്നത്, ആധാർ സെലക്ട് ചെയ്തോ. ഓക്കെ, ആധാർ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആധാറിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, ആപ്ലിക്കേഷൻ നമ്പർ, കാൻഡിഡേറ്റ്സ് നെയിം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആധാറിൻ്റെ ഒരു ഓതൻറ്റിക്കേഷൻ, നമ്മുടെ ഒരു വെരിഫിക്കേഷന് വേണ്ടി നമ്മളൊരു പെർമിഷൻ കൊടുക്കാനുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ, നമ്മളോട് ആധാർ നമ്പർ അവിടെ ചോദിക്കുന്നുണ്ട്. ആധാർ നമ്പർ ഒന്ന് അവിടെ എൻ്റർ ചെയ്തേ. ഓക്കെ, അങ്ങനെ മോളിപ്പോൾ കൃത്യമായിട്ട് ആധാർ നമ്പർ ചെയ്തു കൊടുത്തു. ആധാർ നമ്പറിൽ കൃത്യമായിട്ട് നമ്മൾ 2 പ്രാവശ്യം അല്ലേ കൺഫേം ചെയ്യാനുണ്ട്. അത് കൊടുത്തപ്പോൾ നമ്മുടെ അടുത്ത പേജിലേക്ക് വന്നു. നമ്മൾ അടുത്ത പേജിലേക്ക് എന്താ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആധാർ ID ഉണ്ടോ?
വലിയ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. ആധാർ ഐ ഡി കമ്പൽസറി ആണെന്നൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോഴേ ആധാർ ഐ ഡിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ വേണ്ട. ആധാർ ഐ ഡി ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ആധാർ ഐ ഡി ഇല്ലാത്തതുകൊണ്ട് നോ കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണിത്. ആധാർ നമ്മൾ വെരിഫൈ ചെയ്തു, അതേപോലെ തന്നെ ആധാർ ഐ ഡി അത് ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചോദിക്കുന്നത്? ഇനി നമ്മളോട് ചോദിക്കുന്നത് എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് കൊടുക്കുന്നതാണ് നല്ലത്, കാരണം നമ്മൾ ടേംസൊക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. എക്സാം സ്റ്റേറ്റ് സിറ്റി, എക്സാം സ്റ്റേറ്റ് സെലക്ട് ചെയ്താൽ കേരള, എക്സാം സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ കേരളത്തിൽ അവിടെ സിറ്റി ചോയ്സ് ഉണ്ട്. ഇവിടെ സിറ്റി ചോയ്സ് വലതുവശത്തുണ്ട്. അപ്പോൾ അവൾ കോഴിക്കോട് ഫസ്റ്റ് സ്റ്റേറ്റ് സെലക്ട് ചെയ്തു, കേരള സെലക്ട് ചെയ്തു, കോഴിക്കോട് സെലക്ട് ചെയ്തു. ഇനി എക്സാം സ്റ്റേറ്റ് 2 സെലക്ട് ചെയ്തേ, അതും കേരള തന്നെ കൊടുക്കുക. അപ്പോൾ രണ്ടാമതും ഒരു എക്സാം സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, അത് കേരള കൊടുക്കുക. ഇനി മോൾ ഒരിക്കലും കോഴിക്കോട് കൊടുക്കരുത്, കാരണം കോഴിക്കോട് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. മലപ്പുറം, തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റായ മലപ്പുറം കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോയ്സിന് വേണ്ടിയിട്ട് വീണ്ടും കേരള സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ്. ഓക്കെ, എക്സാം സിറ്റി എടുത്തേ, കോഴിക്കോട്, മലപ്പുറം, എവിടെയാണ് കൊടുക്കുന്നത്? പാലക്കാടോ കണ്ണൂരോ എവിടെയാണ് കൊടുക്കുന്നത്? പാലക്കാട് കൊടുക്കുക അല്ലേ? ഓക്കെ, പാലക്കാട്. അപ്പോൾ 3 എക്സാം സെൻറ്റേഴ്സ് കൊടുത്തു, കോഴിക്കോട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് കൊടുക്കുന്ന എക്സാം സിറ്റിയാണ് കിട്ടാൻ സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എക്സാം സിറ്റി ആദ്യം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഫാദറിൻ്റെ ഓക്യുപ്പേഷൻ കൊടുത്തോളൂ. ഓക്കെ, ഗവൺമെൻറ് സർവീസ് കൊടുത്തു. ഫാദറിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ കൊടുത്തു. ഫാദറിൻ്റെ മദറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കുക. ഇതൊക്കെ ഒരു ചുമ്മാ അത് കൊടുക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, മദറിൻ്റെതും കൊടുക്കാം. ഇപ്പോൾ ഫാദറിൻ്റെയും മദറിൻ്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് അടുത്ത് കൊടുക്കുന്നത്. ക്യാപ്ചർ എൻ്റർ ചെയ്യുക. അപ്പോൾ അവൾ വളരെ നന്നായിട്ട് മറ്റൊരു സ്റ്റേജിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൻ്റെ ചില ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കേണ്ടത് അല്ലേ? ഇപ്പോൾ 10ാം ക്ലാസ് എപ്പോഴാണ് പാസ്സായത്, ക്വാളിഫയിങ് എക്സാം ഏതാണെന്നൊക്കെ ചോദിക്കേണ്ടത്. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായ വർഷം, അപ്പോൾ ആ ഒരു ഇവിടെ എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഇത്രയാണ്. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ് പാസ്സായ വർഷം, പിന്നെന്താ ചോദിക്കുന്നത്? ക്വാളിഫയിങ് എക്സാമിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇയർ ഓഫ് പാസിങ്, അത് പാസ്സായ വർഷം ചോദിക്കുന്നുണ്ട്. ടൈപ്പ് ഓഫ് സ്കൂള് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ക്വാളിഫയിങ് എക്സാം 10th ഓർ ഇക്വലൻറ്റ്, ക്വാളിഫയിങ് എക്സാം ചോദിക്കുന്നുണ്ട് 10th ഓർ ഇക്വലൻറ്റ്. സ്കൂളിൻ്റെ ഏരിയ റൂറലാണ്, അപ്പോൾ റൂറൽ എന്ന് കൊടുത്തു. ടൈപ്പ് ഓഫ് സ്കൂള് നമ്മൾ ഗവൺമെൻറ് സ്കൂളാണ്, അപ്പോൾ അത് സെലക്ട് ചെയ്തു. ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. ആ സ്കൂളിൽ ഉണ്ടായ ഡിസ്ട്രിക്റ്റ്, 10ാം ക്ലാസ്സിൻ്റെ ഡിസ്ട്രിക്റ്റ് ഏതായിരുന്നു? മലപ്പുറം ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്യുക, മലപ്പുറം. ഓക്കെ അല്ലേ? സ്കൂൾ ബോർഡ് ചോദിക്കണ്ടേ, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ സെലക്ട് ചെയ്യും. കാരണം ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് +2ൻ്റെ അല്ലേ, 10th ആയതുകൊണ്ട് പബ്ലിക് എക്സാമിനേഷൻ സെലക്ട് ചെയ്യും. റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് കൊടുത്തോളൂ, കാരണം നമുക്ക് അതേഴ്സ് കൊടുത്താലും കുഴപ്പമില്ല, കാരണം 10ാം ക്ലാസ്സിൽ A+ ആണ് അല്ലേ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഏരിയ ആണ്. കാരണം ഒരു കേരളത്തിലുള്ള നമ്മുടെ SSLCക്ക് വലിയൊരു പ്രാധാന്യം നീറ്റ് കൊടുത്തില്ല എന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ കേരളത്തിന് എന്താണ് A+ ആണ് അല്ലേ, സ്റ്റേറ്റ് സിലബസിനാണ് പറയുന്നത് A+ ആണ്. പക്ഷേ ഇവിടെ A+ൻ്റെ കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കതിനൊരു പെർസെൻറ്റേജ് റേഷ്യോയിൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തോളൂ, 10th ഇക്വലൻറ്റിൻ്റെത് പെർസെൻറ്റേജ് കൊടുത്തോളൂ, പെർസെൻറ്റേജ് കൊടുക്കുക. അതേഴ്സിനെ മാറ്റി പെർസെൻറ്റേജ് കൊടുക്കുക. ടോട്ടൽ മാർക്ക് നമുക്ക് 1000-ൽ കൊടുക്കാം. 1000, 10ാം ക്ലാസ്സിലെ ടോട്ടൽ മാർക്ക് നമുക്ക് 1000-ൽ കൊടുക്കാം. ഒബ്റ്റെയിൻഡ് മാർക്ക് നമുക്ക് എത്ര A+ആണ് കിട്ടിയിരിക്കുന്നത്? ഫുൾ A+ ആണ്. 900 കൊടുക്കുക, 900 ഫുൾ A+ ആണ്. അപ്പോൾ 95ഓ 980ഓ അത്ര വേണം കൊടുക്കാം നമുക്ക്. പക്ഷേ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് 900 കൊടുക്കുക. മാർക്സ് പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 90% മതി. കാരണം ഇതൊരു കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡാറ്റ നമുക്കിതിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് A+ എന്നോ അല്ലെങ്കിൽ അതിൻ്റെ വേർതിരിവോ മാർക്കുകളൊന്നുമില്ല. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ഡാറ്റ കൊടുക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ എല്ലാവരിലും A+ എന്ന് ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യമെങ്കിലും NT ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന കരുതാം. അപ്പോൾ നമുക്ക് 90% മാർക്കെന്ന് 10ാം ക്ലാസ്സിൽ കൊടുത്തു. വേറെ ഒരു സൊല്യൂഷൻ ഇപ്പോൾ ഇതിന് നിലവിലില്ല. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ അഡ്വൈസബിൾ ആയിട്ടുള്ള രീതി അവൾക്ക് പറഞ്ഞു കൊടുത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. റോൾ നമ്പർ, 10th റോൾ നമ്പർ. അപ്പോൾ 10th റോൾ നമ്പർ അവൾ എൻ്റർ ചെയ്ത് കൊടുത്തു. പിന്നെ സ്കൂളിൻ്റെ അഡ്രസ്സ്, ജസ്റ്റ് സ്കൂളിൻ്റെ പേരും സ്ഥലവും കൊടുത്താൽ മതി. ഡീറ്റെയിൽ അഡ്രസ്സൊന്നും വേണ്ട. ഏത് സ്കൂളിലാണോ 10th പഠിച്ചത് അതിൻ്റെ അഡ്രസ്സ്, നെയിമും അഡ്രസ്സുമാണ് ചോദിക്കുന്നത്. പേരും സ്ഥലവും മാത്രം കൊടുത്താൽ മതി.
സ്കൂളിൻ്റെ പിൻകോഡാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ സ്കൂളിൻ്റെ പിൻകോഡും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയോ ഇനിയിപ്പോൾ 12th ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽ ആണ്. മോളിപ്പോൾ 12th പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ പാസ് സ്റ്റാറ്റസ് ശ്രദ്ധിക്കണം. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് പാസ് സ്റ്റാറ്റസ് എന്ത് ചെയ്യണം, പാസ്ഡ് എന്ന് കൊടുക്കണം. ഇവിടെ ഓൾറെഡി എന്താണ് 12th പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പാസ് സ്റ്റാറ്റസ് എടുത്തേ, പാസ്ഡ് അപ്പിയറിങ് ഏതാ കൊടുക്കുക? ഞാൻ ഇടപെടില്ല, പറഞ്ഞേ. പാസ്ഡ് ആണോ? അപ്പിയറിങ് കൊടുത്തോളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അപ്പിയറിങ്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 2025 വന്നു. അപ്പോൾ +2 എടുത്തുകൊണ്ടിരിക്കുന്ന മീൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അപ്പിയറിങ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇയർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 2025 വരും. ഇനി എന്താ ക്വാളിഫയിങ് എക്സാം കോഡ്. അപ്പോൾ ഈ +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ 01ഉം പഠിച്ച് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 02 ആണ് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴും ഓൾറെഡി എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ, അപ്പോൾ എന്താണ് കോഡ് 01. പഠിച്ചു കഴിഞ്ഞവർ 02. പിന്നെ ശ്രദ്ധിക്കണം, അതിൽ വേറെയും ചില കോഡ്സ് ഉണ്ട് 3, 4, 5, 6. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BSc കഴിഞ്ഞവർക്കൊരു കോഡ്, ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കോഡൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ എക്സാം കോഡ് നോക്കാം. പക്ഷേ പൊതുവെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 01, പഠിച്ച് കഴിഞ്ഞവർക്ക് 02. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. ഇപ്പോൾ 01. ഇനി എന്താ നമ്മളെ പ്ലേസ് ഓഫ് സ്കൂൾ, പ്ലേസ് സെലക്ട് ചെയ്തു, റൂറൽ കൊടുത്തു. ഇനി എന്താ ടൈപ്പ് ഓഫ് സ്കൂൾ, കോളേജ്. ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് പ്രൈവറ്റ് സ്കൂൾ അല്ലേ? പ്രൈവറ്റ് സ്കൂൾ കൊടുത്തു, പ്രൈവറ്റ് അൺഎയ്ഡഡ്. യെസ്. ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് സ്കൂളാണ് പഠിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് സ്കൂളെന്ന് കൊടുക്കുക. ഓൾറെഡി പ്രൈവറ്റ് സ്കൂളായതുകൊണ്ട് അത് കൊടുത്തു. ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ്, എവിടെ നിന്നാണ് ക്വാളിഫയിങ് എക്സാമിനേഷൻ? +2 കേരളയല്ലേ? കേരള കൊടുക്കുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് കേരള കൊടുത്തു. പിന്നെന്താ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ്, കോഴിക്കോട്. ഓക്കെ, ഇനി സ്കൂൾ ബോർഡ് CBSE അല്ലേ ഇപ്പോൾ പഠിക്കുന്നത്? അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ടാവും. സ്ക്രോൾ ചെയ്താൽ കിട്ടും. സെൻട്രൽ ബോർഡ് ഓഫ് CBSE, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കോഡ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി എന്താ റിസൾട്ട് മോഡ് വരില്ല, കാരണം ഓൾറെഡി അവൾ അപ്പിയറിങ് കൊടുത്തോണ്ട് റിസൾട്ട് മോഡോ പെർസെൻറ്റേജോ വരില്ല. അത് അവിടെ സ്റ്റക്കായി നിൽക്കും. അത് അങ്ങനെ തന്നെയാണ് വരിക കേട്ടോ. പിന്നെന്താ സ്കൂൾ കോളേജ് നെയിം ആൻഡ് അഡ്രസ്സ്, പഠിക്കുന്ന സ്കൂളിൻ്റെ പേരൊന്ന് കൊടുത്തേ. സ്കൂളിൻ്റെ പേരും സ്ഥലവും മതി. സ്കൂളിൻ്റെ പേരും സ്ഥലവും കൊടുത്തു. ഓക്കെ, ഇനി സ്കൂളിൻ്റെ പിൻകോഡ്. അപ്പോൾ സ്കൂളിൻ്റെ പിൻകോഡ് കൂടെ അവൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ക്യാപ്ച എൻ്റർ ചെയ്യുക. എന്തായി, ക്ഷീണിച്ചോ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട്? ഇല്ല. അപ്പോൾ നമ്മൾ, കാരണം ഞാൻ മോളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചതാണ്, കാരണം നമുക്കിതൊരു സാധാരണ കുട്ടിക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അറിയണം. പിന്നെ നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ആപ്ലിക്കേഷൻ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ ചോദിക്കുന്നത് നമ്മളെ? ടിൻ ആൻഡ് ബോത്ത് അപ്ലൈയിങ് ഫോർ, നിങ്ങളൊരു ഇരട്ട കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലല്ലോ, ഇരട്ട കുട്ടി അല്ലാത്തതുകൊണ്ട് നോ എന്ന് കൊടുത്തു. പിന്നെ വേറെന്താ, എപ്പോഴെങ്കിലും നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടോ? അത് എഴുതിയവർ അവിടെ കൊടുക്കണം. അപ്പോൾ അവൾ ആദ്യമായിട്ട് എഴുതുന്നതുകൊണ്ട് നോ എന്ന് കൊടുത്തു. പ്ലേസ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിലാണോ പുറത്താണോ? അവൾ ഇന്ത്യയിൽ ജനിച്ചുകൊണ്ട് ഇന്ത്യയിൽ എന്ന് കൊടുത്തു. ഇതൊക്കെ എളുപ്പമുള്ള ഭാഗം. ഈ ഡിസ്ട്രിക്റ്റ്, ഏത് ഡിസ്ട്രിക്റ്റിലാണ് ജനിച്ചത് അതവിടെ കൊടുക്കുക. ഓക്കെ, അതും കൂടെ കൊടുത്തു. കോഴിക്കോടാണോ? ഓക്കെ, ഇനി എന്താ ഒരു ക്യാപ്ചയും കൂടെ ഉണ്ട്, അടിച്ചോളൂ. ഇനിയിപ്പോൾ ഒരു എമർജൻസി കോൺടാക്റ്റ് കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. കൺട്രി കോഡ് ഇന്ത്യ, മൊബൈൽ നമ്പർ, എമർജൻസി കോൺടാക്റ്റ് നമ്പർ, ഒരു അഡീഷണൽ നമ്പർ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ, ഇവിടെ വീണ്ടും നമ്മളോടൊരു എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ഇമെയിൽ ID ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നമ്പറും ഒരു വ്യത്യസ്തമായ ഇമെയിൽ ID കൂടെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരു OTP നമുക്ക് അവിടെ കൊടുക്കാനുണ്ട്. ആ OTPയും കൂടെ എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. എന്താ അറിയോ, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻസിൻ്റെ അപ്ലോഡ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞേ? പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർ, ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്പോർട്ട് സൈസ് ഫോട്ടോയിന് നമുക്ക് അതിൻ്റെ ഒരു ഫയൽ നെയിമും അതിൻ്റെ സൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റിൻ്റെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം, ഇപ്പോൾ പ്രാർത്ഥന എന്ന പേര്, അതുകൊണ്ട് PR, അത് കഴിഞ്ഞ് ഒരു അണ്ടർസ്കോർ, അതിനുശേഷം PHOTO, ഫോട്ടോ എന്ന് തന്നെ ഫയൽ നെയിം കൊടുക്കണം. എന്നാലും മാത്രമേ ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കൂ. പിന്നെ എൻ്റെ ഫയൽ സൈസ് വരുന്നത് 10 to 200 KB ആണ്. JPEG ഫോർമാറ്റിലായിരിക്കണം. 10 to 200 KB സൈസിലാണ് സൈസ് വരുന്നത്. പിന്നെ രണ്ടാമത്തത് ഫിംഗർ പ്രിൻറ്റ്. ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ വർഷമൊക്കെ തമ്പ് മാത്രമായിരുന്നു, മുൻ വർഷങ്ങളിൽ തമ്പ് മാത്രമാണെങ്കിൽ ഇപ്പോൾ കൈകളുടെ 2 കൈകളുടെ ലെഫ്റ്റിൻ്റെ റൈറ്റ് എല്ലാ വിരലുകളുടെ ഫിംഗേഴ്സ് ഒരു പേപ്പറിൽ ഇതേപോലെ കയ്യിൽ
എന്താണ് നമ്മുടെ സ്റ്റാമ്പ് പാഡിൽ വെച്ച് ഇങ്ങനെയുള്ള ഇതേ രീതിയിൽ എടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിംഗേഴ്സ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാം. നമ്മളെ ഫിംഗേഴ്സിൻ്റെ എത്രയാണ് സൈസ് പറയുന്നത് 10 to 200 തന്നെയാണ് അല്ലേ. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കണം. പിന്നെ മൂന്നാമത് എന്താ വേണ്ടത്, സിഗ്നേച്ചർ എന്ന് പറയുന്നത് 10 to 50 ആണ് KB സൈസ്. പിന്നെ അതിൽ നമുക്ക് സൈസ് ഫയലിൻ്റെ പേര് കൊടുക്കുമ്പോൾ പേര്, അതിനുശേഷം _ സിഗ്നേച്ചർ എന്ന് കൊടുക്കണം. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ അതിൻ്റെ സൈസും 10 to 200 ആണ്. അതിൽ PR ഏതാണ് _ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് ഫോട്ടോ എന്ന് കൊടുക്കണം. ഞാൻ വ്യക്തമായിട്ട് വേണം ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഓരോ ഫോർമാറ്റും കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ്സിൻ്റെ അപ്ലോഡിംഗ് ആണ് അടുത്ത സെഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ച് നെറ്റ്വർക്ക് എററൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഡോക്യുമെൻ്റ് ഓൾറെഡി അപ്ലോഡ് ആയിരുന്നു, പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വെരിഫൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊന്ന് ഡോക്യുമെൻ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അവളിപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫയൽസിൻ്റെ അപ്ലോഡിങ് അല്പം സമയം എടുക്കും, പ്രത്യേകിച്ച് ഫിംഗർ പ്രിൻറ്റ്. അതേപോലെ തന്നെ അതിൽ ലാസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ മറ്റ് JPEG ഫോർമാറ്റ് ആണെങ്കിലും ലാസ്റ്റ് വന്നിരിക്കുന്ന നമ്മുടെ അഡ്രസ് പ്രൂഫ് ഉണ്ടല്ലോ, അതെന്തിനാണ് കൊടുത്തിരിക്കേണ്ടത്, അത് PDF-ലാണ്. അപ്പോൾ അതിൻ്റെ സൈസും അല്പം വ്യത്യാസമുണ്ട്, അത് അല്പം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് കഫേയിലോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എവിടുന്നാ ചെയ്യുക, അക്ഷയ കേന്ദ്രത്തിലോ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഫയലിൻ്റെ പേര് അതേപോലെ തന്നെ സൈസൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരിക. ഈ ഒരു സ്റ്റേജ് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് ഇതിനു വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം ഇത് അപ്ലോഡിങ് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ സമയക്കുറവുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടി ബാക്കിയുള്ളത് ഫീ പേയ്മെൻ്റ് ആണ്. അത് നിങ്ങൾക്കൊരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ UPI പേയ്മെൻറ്റ് വഴിയോ ചെയ്യാം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ NEET 2025 ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പം ഞാൻ നിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് തൊട്ടിട്ടില്ല, അവിടെ കംപ്ലീറ്റ് ആയിട്ട് മോളൊറ്റക്കാണ് ചെയ്തത്. അപ്പോൾ ഒരു ശരാശരി, അല്ലെങ്കിൽ നിനക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം, അപ്പോൾ അത്യാവശ്യം ഒരു എന്താ പറയേണ്ടത്, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് അനായാസമായിട്ട് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് വെരിഫൈ ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ അവസാന ഘട്ടത്തിലെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ്. ഇത് കഴിഞ്ഞാൽ ഇനി ആകെ നിങ്ങൾക്ക് ബാക്കിയില്ല എന്താണ് പറഞ്ഞത്, ഫീ പേയ്മെൻറ്റ്. അതെങ്ങനെ ചെയ്യാം, ഡെബിറ്റ് കാർഡ് വഴി ചെയ്യാം, UPI പേയ്മെൻറ്റ് വഴി ചെയ്യാം. അത് ചെയ്തിട്ട് ഇത് എവിടത്തേക്കും കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് അയക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ പറ്റുകയാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥന അങ്ങനെ ഇതിലൊരു എക്സ്പെർട്ടായി. ഇപ്പോൾ മോള് നന്നായിട്ട് ചെയ്തു, കാരണം ഒരു നെർവസ്നെസ് ഒന്നും ഇല്ലാതെ, ആങ്സൈറ്റി ഇല്ലാതെ നന്നായിട്ട് ചെയ്തു. പിന്നെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ്, നമ്മൾ ചെയ്യുന്ന സമയം, ഇതൊക്കെ ഇതിൽ ഫാക്ടേഴ്സാണ്. എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൾ, ബൈ.